തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറിൻ്റെ വീട്ടിൽ ED റെയ്ഡ്. രാവിലെ 7 മണിയോടെയാണ് ED ഉദ്യോഗസ്ഥർ ഒതായിയിലെ വീട്ടിലെത്തിയത്. ഡ്രൈവർ സിയാദ് ഉൾപ്പെടെ PV അൻവറിൻ്റെ സഹായികളുടെ വീട്ടിലും ED സംഘം എത്തിയിട്ടുണ്ട്. മഞ്ചേരിയിലെ അൻവറിൻ്റെ ഉടമസ്ഥതയിലുള്ള പാർക്കിലും പരിശോധന നടക്കുകയാണ്. സ്വാലിഹ് വിവരങ്ങളുമായി ചേരുകയാണ്. സ്വാലിഹ്, എന്തൊക്കെയാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡുമായി ബന്ധപ്പെട്ട്? PV അൻവറും അൻവറിൻ്റെ കൂട്ടാളികളുടെയും ഒക്കെ വീടുകളിൽ സമാന സമയത്ത് തന്നെയാണോ റെയ്ഡ്? അജിംഷാദ്, ഇന്ന് രാവിലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 5 ടീമുകൾ ഒതായിയിലെത്തി വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തുന്നത്. PV അൻവറുമായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്രങ്ങളിൽ എടവണ്ണയിലെ അദ്ദേഹത്തിന്റെ തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസ്, വീട്, അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്ക്, മഞ്ചേരിയിലെ പാർക്ക്, അദ്ദേഹത്തിന്റെ സഹായികൾ ഉൾപ്പെടെ ഉള്ളവരുടെ വീടുകളിലും പരിശോധന തുടരുകയാണ്. കേരള ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് 12 കോടി രൂപ വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയ സംഭവത്തിലാണ് അന്വേഷിക്കുന്നത്. ഒരേ സ്ഥാപനത്തിന്റെ ഈട് നൽകി 2 ലോണുകൾ എടുത്താണ് തട്ടിപ്പ് നടത്തിയിരുന്നത്. 2015 ഈ ലോൺ എടുത്തിരുന്നത്. ഇത് തിരിച്ചടച്ചിരുന്നില്ല. 22 കോടി രൂപ തിരികെ അടക്കാനുണ്ടെന്നാണ് വിവരം. ഇത് KFCക്ക് വൻ നഷ്ടം വരുത്തിയതായി പരാതി ഉണ്ടായിരുന്നു. വിജിലൻസ് അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇതിന്റെ രേഖകൾ ED ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത്. വിവിധ ടീമുകൾ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിവിധ ടീമുകളാണ് ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും. കാരണം ഈ സാമ്പത്തികമായി ഉള്ള സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ PV അൻവറിനെതിരെ വലിയ പരാതികൾ ഉയർന്നിരുന്നത് നാം ശ്രദ്ധിക്കണം. കാരണം ഈ സ്വർണ്ണക്കടത്തുകാരുമായിട്ടൊക്കെയുള്ള ബന്ധത്തെ സംബന്ധിച്ചൊക്കെ അത്തരത്തിലൊക്കെ ആരോപണങ്ങൾ ഉയർന്നു. ഇങ്ങനെ ഒരു സാഹചര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടതുണ്ടോ? എന്തുകൊണ്ട് ED ഇത്തരത്തിൽ അൻവറിനെ മാത്രമല്ല അൻവറിൻ്റെ കൂട്ടാളികളുടെയും വീടുകളിൽ സമാന സമയത്ത് റെയ്ഡ് ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെയോ ഇൻഫർമേഷൻസ് EDക്ക് ലഭിച്ചിട്ടുണ്ടാകണം. തീർച്ചയായും. അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചാണ് ഈ KFCയിൽ നിന്ന് ലോൺ തരപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്, ED ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു സ്ഥാപനത്തിന്റെ രേഖകൾ നൽകി 2 ലോണുകൾ അദ്ദേഹം തന്റെ സ്വാധീനം ഉപയോഗിച്ച് തരപ്പെടുത്തി. പിന്നീട് ഇത് തിരിച്ചടക്കുകയും ചെയ്തില്ല. ഇതാണ് പിന്നീട് 22 കോടിയോളം രൂപ പലിശയടക്കം ആയിട്ടുണ്ട്. ഇത് തിരിച്ചടക്കാത്തതിനെ തുടർന്നാണ് വിജിലൻസിൽ പരാതി നൽകുകയും വിജിലൻസ് അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ ഇതിന്റെ രേഖകൾ, ഈ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഈ സാമ്പത്തിക തിരിമറിയുടെ രേഖകൾ ED ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ PV അൻവർ ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും തന്നെ EDക്ക് കൈമാറിയിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ വീട്ടിലേക്ക് ED എത്തുന്നത്. ഒതായിയിലെ വീട്ടിലും അതോടൊപ്പം തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സഹായികൾ ഉൾപ്പെടെയുള്ളവരുടെ വീട്ടിലുമാണ് ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും PV അൻവറിൻ്റെ വീട്ടിൽ ED റെയ്ഡ്. PV അൻവറിൻ്റെ വീട്ടിൽ മാത്രമല്ല, പുലർച്ചെ മുതൽ ED അൻവറിൻ്റെ ഡ്രൈവർ അടക്കം കൂട്ടാളികളുടെ ഒക്കെ വീടുകളിൽ സമാന സമയത്ത് റെയ്ഡ് നടത്തുകയാണ്. സാമ്പത്തികമായി വലിയ ക്രമക്കേടുകൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം EDക്ക് സംശയിക്കപ്പെടുന്നു. മാത്രമല്ല KFCയുടെ അടുത്ത ലോൺ തിരിച്ചടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ടും അതിൻ്റെ സ്രോതസ്സുകളും അതെങ്ങോട്ടേക്കാണ് പോയത് അടക്കമുള്ള പല വിഷയങ്ങളും EDക്ക് അറിയേണ്ടതുണ്ട്. എന്നൊക്കെയാണ് EDയുടെ വെർഷൻ ഇപ്പോൾ പുറത്തെത്തുന്നത്. ഇതിൻ്റെയൊക്കെ റിപ്പോർട്ടാണ് സ്വാലിഹ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.